നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ വിവിധ സബ്ജക്റ്റുകളുണ്ട്. ഈ ഓരോ സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനും അതിനകത്ത് പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സുണ്ട്. മലയാളം ടീച്ചറിന് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ പറ്റില്ല. സോ ഇതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ടീച്ചേഴ്സിനെ ആ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബൈബിൾ എന്ന് പറയുന്ന മതഗ്രന്ഥത്തെ ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ മത പണ്ഡിതനാകാം. അതുപോലെ ഹൈന്ദവ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, അതുപോലെ മഹാഭാരതം, രാമായണം, അങ്ങനെ തുടങ്ങിയ ഹൈന്ദവ മതഗ്രന്ഥങ്ങളൊക്കെ ആധികാരികതയോടുകൂടെ പഠിച്ച് പ്രാവീണ്യം നേടുന്ന ഒരാളെ ഹൈന്ദവ മത പണ്ഡിതൻ എന്ന് പറയാം. ഈ വാഗ്വാദങ്ങളൊക്കെ നടത്തുന്ന പണ്ഡിതന്മാർ, ഇപ്പോൾ ബൈബിൾ പണ്ഡിതനാണെങ്കിൽ ബൈബിൾ മാത്രമല്ല, അവർ ഈ തർക്കങ്ങൾക്കൊക്കെ ആൻസർ പറയാൻ വേണ്ടിയിട്ട് അവർ മറ്റ് ഗ്രന്ഥങ്ങളും പഠിക്കും. ഇവർക്കാർക്കും ആത്മീകമായ നിലവാരത്തിൽ വളർച്ച ഉണ്ടാകത്തില്ല, അനുഭവങ്ങളും ഉണ്ടാകത്തില്ല. അറിവിൽ അവർ കേമന്മാരായിരിക്കും.